നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ബേസിക് സൊല്യൂഷൻ എന്താണ്, ബേസിക് വേരിയബിൾസ്, നോൺ ബേസിക് വേരിയബിൾസ്, ഈ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു LP പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൺസ്ട്രെയിൻസ് AX = B എന്നുള്ള മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാം. സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന LP പ്രോബ്ലത്തിൽ n വേരിയബിൾസും m ഇക്വേഷൻസ് ആണെന്ന് കരുതുക. മാത്രമല്ല m <n ആണ്. അതായത് നമ്പർ ഓഫ് വേരിയബിൾസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനേക്കാളും വലുതാണ്. മോറോവർ ഈ m ഇക്വേഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടെ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ എന്നുള്ള മെട്രിക്സിൻ്റെ റാങ്ക് m ആണെന്ന് പറയാം. കാരണം എ ഒരു m/n മെട്രിക്സ് ആയിരിക്കും, m <n ആണ്. അപ്പോൾ എൻ്റെ റാങ്ക് മാക്സിമം വരിക m ആണ്. ഓക്കെ, എൻ്റെ ഒരു എ എന്നുള്ള മെട്രിക്സിൻ്റെ സ്ക്വയർ സബ് മെട്രിക്സുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ സബ് മെട്രിക്സിന് വരാൻ പറ്റുന്ന മാക്സിമം സൈസ് m ആയിരിക്കും. കാരണം m റോസാണ് എ എന്നുള്ള മെട്രിക്സിനുള്ളത്. മോർ ഓവർ റോസിൻ്റെ എണ്ണം കോളത്തിൻ്റെ എണ്ണത്തിനേക്കാളും ചെറുതാണ്. അപ്പോൾ മാക്സിമം പോസിബിലിറ്റി എ എന്നുള്ള മെട്രിക്സിൻ്റെ റാങ്കിന് m ആണ്. പക്ഷേ ഇവിടെ എൻ്റെ റാങ്ക് m ആയിരിക്കും. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, m ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ എ എന്നുള്ള മെട്രിക്സിൻ്റെ m റോസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് എ എന്നുള്ള മെട്രിക്സിൻ്റെ റാങ്ക് m ആണെന്ന് പറയാം. പിന്നെ ഓക്കെ, റാങ്ക് m ആണ്. അപ്പോൾ എ എന്നുള്ള മെട്രിക്സിൻ്റെയും AB എന്നുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെയും റാങ്ക് സെയിം തന്നെയായിരിക്കും. കാരണം AB എന്നുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ എന്നുള്ള മെട്രിക്സിക്ക് B എന്നുള്ള കോളം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കോളം എക്സ്ട്രാ ചേർക്കുകയാണ് B എന്നുള്ള കോളം. അപ്പോൾ ഇതിൻ്റെ റാങ്കിന് ചേഞ്ച് ഒന്നും വരില്ല. കാരണം ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസിന് ചേഞ്ച് ഒന്നും വരില്ല. കോളംസ് ആണ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ AB എന്നുള്ള ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും m തന്നെയായിരിക്കും. അപ്പോൾ AX = B എന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു സൊല്യൂഷനെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടാനുള്ള എളുപ്പമാർഗ്ഗം എന്താണ്? നമ്മൾ n വേരിയബിൾസ് ആണുള്ളത്, അതിൽ n-m വേരിയബിൾസിന്, ഓക്കെ, അതായത് n-ഉം m-ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത്രയും നമ്പർ ഓഫ് വേരിയബിൾസിന് 0 വാല്യൂസ് ചൂസ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ 0 വാല്യൂസ് ചൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേരിയബിൾസിനും വാല്യൂസ് കിട്ടും, ഓരോരോ വാല്യൂസ് കിട്ടും. അപ്പോൾ നമ്മൾക്കൊരു സൊല്യൂഷൻ കിട്ടും. ഓക്കെ, n-m വേരിയബിൾസിന് 0യും പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള വേരിയബിൾസിന് കുറച്ച് വാല്യൂസും വരുന്ന രീതിയിലൊരു സൊല്യൂഷൻ കിട്ടും, യുണീക്ക് സൊല്യൂഷൻ കിട്ടും. ഈ സൊല്യൂഷനെയാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസിക് വേരിയബിൾ എന്താണെന്ന് നോക്കുക. ദി m വേരിയബിൾസ് റിമൈനിങ് ഇൻ ദി സിസ്റ്റം ആഫ്റ്റർ n-m വേരിയബിൾസ് ഹാവ് ബീൻ പുട്ട് ഈക്വൽ ടു 0 ആർ കോൾഡ് ബേസിക് വേരിയബിൾസ് ഓർ സിംപ്ലി ബേസിസ്. ദി റെസ്റ്റ് ഓഫ് ദി വേരിയബിൾസ് ആർ കോൾഡ് നോൺ ബേസിക്. അതായത് നമ്മളിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത സൊല്യൂഷൻ നോക്കുക. അതായത് n-m വേരിയബിൾസിന് 0s ചൂസ് ചെയ്തു. ഈ 0s ചൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ നോൺ ബേസിക് വേരിയബിൾ എന്നാണ് പറയുക. എന്നിട്ട് ബാക്കിയുള്ള വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് കണ്ടെത്തും AX = B എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ n-m വേരിയബിൾസ് അല്ലാത്ത വേരിയബിൾസിനെ നമ്മൾ ബേസിക് വേരിയബിൾസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ബേസിസ് എന്നാണ് പറയുക. ഈ 0s ചൂസ് ചെയ്യുന്ന വേരിയബിൾസിന് നോൺ ബേസിക് വേരിയബിൾസ് എന്നും പറയാം. ഓക്കെ, സിൻസ് ദി യുണീക്ക് സൊല്യൂഷൻ m ഇക്വേഷൻസ് ഇൻ n വേരിയബിൾസ് ആൾസോ കണ്ടെയ്ൻസ് 0, എ ബേസിക് സൊല്യൂഷൻ മസ്റ്റ് കണ്ടെയ്ൻ അറ്റ് ലീസ്റ്റ് n-m zeros. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ n-m വേരിയബിൾസിന് 0 ചൂസ് ചെയ്യും. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള വേരിയബിൾസിനും
വേരിയബിൾസിൻ്റെ വാല്യൂസ് ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള വേരിയബിൾസിനെ സോൾവ് ചെയ്തെടുക്കും. ഈ സോൾവ് ചെയ്തെടുക്കുന്ന വാല്യൂസിലും 0 വരാം. അപ്പോൾ ഒബ്സർവേഷനാണ്, ഒരു ബേസിക് സൊല്യൂഷനിൽ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് n-m സീറോസ് എങ്കിലും ഉണ്ടാവും. അതായത് നമ്മൾ 0 ചൂസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ എണ്ണം n-m ആയിരിക്കും. പിന്നെ ബേസിക് വേരിയബിൾസിനും 0 വാല്യൂസ് വരാം സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ബേസിക് സൊല്യൂഷനിൽ അറ്റ്ലീസ്റ്റ് n-m സീറോസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ദി കേസ് വെൻ ദി നമ്പർ ഓഫ് സീറോസ് ഈസ് മോർ ദാൻ n-m, ദി സൊല്യൂഷൻ ഈസ് കോൾഡ് ഡീജനറേറ്റ് സൊല്യൂഷൻ. അതായത് ബേസിക് സൊല്യൂഷൻ അല്ലാതെയും ഈ Ax=b എന്നുള്ള ഇക്വേഷന് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുക. അതിൽ ഒരു സൊല്യൂഷൻ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഇങ്ങനെ അതിൽ നമ്പർ ഓഫ് സീറോസ്, ആ സൊല്യൂഷനിലുള്ള സീറോസ് വാല്യൂസ് വരുന്ന വേരിയബിൾസിൻ്റെ എണ്ണം n-mനേക്കാളും കൂടുതലാണെങ്കിൽ ആ സൊല്യൂഷൻ നമ്മൾ ഡീജനറേറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഏതൊരു LP പ്രോബ്ലത്തിനും ഒരു ബേസിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നോക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. നമ്മളുടെ എയിം ഏതൊരു Ax=b എന്നുള്ള ഇക്വേഷനും n വേരിയബിൾസും m ഇക്വേഷൻസും വരുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ Ax=b, അതിൽ m ലെസ് ദാൻ n ആണ്. മോർ ഓവർ നമ്പർ ഓഫ് ഇക്വേഷൻസ് m ആണ്. അത് n-നേക്കാളും ചെറുതാണ്, അതായത് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് ഒരു ബേസിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, Ax=b എന്നുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. ഞാൻ തൊട്ട് മുന്നേ ബേസിക് സൊല്യൂഷനൊക്കെ ഡിഫൈൻ ചെയ്തെടുത്ത് അസ്യൂം ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെയും അസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മളെ എയിം ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് ഒരു ബേസിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കലാണ് നമ്മളുടെ എയിം. ഓക്കെ, അപ്പോൾ Ax=b എന്നുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതിനെ A എന്നുള്ള മാട്രിക്സും X എന്നുള്ള മാട്രിക്സും B എന്നുള്ള മാട്രിക്സൊക്കെ കൊടുത്തതാണ് താഴെ മാട്രിക്സ് ഫോമിൽ എഴുതിയിട്ടുള്ളത്. ആ മാട്രിക്സ് ഫോമിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയും റെപ്രസെൻ്റ് ചെയ്യാം. x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര xn pn = b. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് നോക്കട്ടെ. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലീനിയർ ഇക്വേഷൻസിൻ്റെ മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, ലീനിയർ ഇക്വേഷൻസിൻ്റെ മാട്രിക്സിൽ എഴുതുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എക്സ്പ്രഷൻ ആയിരിക്കും അവിടെ വരിക. ആ എക്സ്പ്രഷനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. നോക്കുക, x1 p1 പ്ലസ് x2 p2 പ്ലസ് എക്സെട്ര xn pn എന്നുള്ള രൂപത്തിൽ എഴുതാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു b. അതിൽ pi's എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ A എന്നുള്ള മാട്രിക്സിൻ്റെ കോളംസ് ആണ്. ഓക്കെ, p1 A എന്നുള്ള മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം, p2 A എന്നുള്ള മാട്രിക്സിൻ്റെ സെക്കൻഡ് കോളം, അതേപോലെ. ഓക്കെ, pj j runs from 1 to n is the m vector in the jth column of A. അതായത് pj എന്ന് പറഞ്ഞാൽ എൻ്റെ jth കോളം. സിൻസ് pj ഈസ് എ വെക്ടർ ഇൻ em, നോക്കുക, ഈ pjസിനെയൊക്കെ നമ്മൾക്ക് m ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിലുള്ള ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുക, കോളം വെക്ടറായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ കോളം വെക്ടേഴ്സ് p1 p2 എക്സെട്ര pn എന്നുള്ള ഈ വെക്ടേഴ്സിൽ മോർ ദാൻ m വെക്ടേഴ്സ് വരുന്ന ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ലീനിയർലി ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം em എന്നുള്ള യൂക്ലിഡിയൻ സ്പേസിൻ്റെ ഡയമെൻഷൻ m ആണ്. m എന്ന് പറഞ്ഞാൽ m ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എമ്മിൻ്റെ ഈ p1 p2 എക്സെട്ര pn എന്നുള്ള വെക്ടേഴ്സിൽ, കോളം വെക്ടേഴ്സിൽ നമ്മൾ അതിൻ്റെ ഒരു സബ് കളക്ഷൻ കൺസിഡർ ചെയ്യുക. ആ സബ് കളക്ഷനിലുള്ള
വെക്റ്റേഴ്സിൻ്റെ എണ്ണം ലെസ് ദാൻ എം ആണ് കരുതാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അങ്ങനെയാണെങ്കിൽ ആ കളക്ഷൻ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാം, ഇൻഡിപെൻഡൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ക്യാൻ ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്യാൻ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആകുന്നല്ല, ഇൻഡിപെൻഡൻ്റ് ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ പക്ഷേ എനിക്കൊരു കാര്യം പറയാം, ഒരു P1 P2 എക്സെട്ര Pn എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ ഒരു സബ് കളക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സബ് കളക്ഷനിൽ മോർ ദാൻ എം എലമെൻറ്റ്സ് ഉണ്ട് എന്ന് കരുതുക, എം വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കളക്ഷൻ എങ്ങനെയായാലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം എം എന്നുള്ള വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എം ആണ്. ഓക്കെ, അപ്പോൾ ഇനി കൺസിഡർ ചെയ്യുക, എങ്ങനെയായാലും ഈ P1 P2 എക്സെട്ര Pn എന്നുള്ള കളക്ഷനിൽ ഒരു കളക്ഷൻ എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ എം വെക്റ്റേഴ്സ് വരുന്ന ഒരു കളക്ഷൻ എക്സിസ്റ്റ് ചെയ്യും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എ എന്നുള്ള മെട്രിക്സിൻ്റെ റാങ്ക് എം ആണ്. അപ്പോൾ ആ മെട്രിക്സിൽ എം നമ്പർ ഓഫ് കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ വിത്തൗട്ട് ലൂസ് ഓഫ് ജനറാലിറ്റി ആദ്യത്തെ ഫസ്റ്റ് എം കോളംസ് ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെറ്റ് P1 P2 എക്സെട്ര Pm ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്. Hence, it is possible to find alpha j belongs to R, not all 0, such that alpha 1 P1 plus alpha 2 P2 plus etc. alpha m Pm plus alpha m plus 1 Pm plus 1 plus etc. alpha m plus R Pm plus R equal to 0. അതായത് P1 P2 എക്സെട്ര Pmകളൊക്കെ ഞാൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇനി ഇതിലേക്ക് ഈ P1 P2 എക്സെട്ര Pn എന്നുള്ള വെക്റ്റേഴ്സിൽ ഈ നമ്മൾ കൺസിഡർ ചെയ്ത P1 P2 എക്സെട്ര Pmൽ ഇല്ലാത്തൊരു വെക്റ്റർ ആഡ് ചെയ്താൽ ആ കളക്ഷൻ എത്ര നമ്പർ വെക്റ്റേഴ്സ് ആഡ് ചെയ്താലും ആ കളക്ഷൻ ഒന്ന് ആഡ് ചെയ്താൽ തന്നെ ആ കളക്ഷൻ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ആർ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് P1 P2 എക്സെട്ര Pn എന്ന് നമ്മൾ ആഡ് ചെയ്താൽ എങ്ങനെ ആഡ് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്ത P1 P2 Pm എന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെക്റ്റേഴ്സിൻ്റെ പുറമെ ഒരു വെക്റ്റർ Pjs എന്ന് ഒന്ന് ആഡ് ചെയ്താൽ തന്നെ ആ കളക്ഷൻ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകും. ഓക്കെ, അപ്പോൾ എം നമ്പർ ഓഫ് വെക്റ്റേഴ്സിനെ ആഡ് ചെയ്താലും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഉള്ള ആൽഫ ജെസ് എക്സിസ്റ്റ് ചെയ്യും. ആൽഫ 1 P1 നോട്ട് ഓൾ 0, എല്ലാം 0 ആവാത്ത രീതിയിൽ. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനിഷനാണ് ആൽഫ 1 P1 ലീനിയർലി ഡിപ്പെൻഡൻസ് പറയുന്നതാണ്. ആൽഫ 1 P1 പ്ലസ് ആൽഫ 2 P2 പ്ലസ് എക്സെട്ര ആൽഫ എം Pm പ്ലസ് ആൽഫ എം പ്ലസ് 1 Pm പ്ലസ് 1 പ്ലസ് എക്സെട്ര ആൽഫ എം പ്ലസ് ആർ Pm പ്ലസ് ആർ ഈക്വൽ ടു 0, വേർ Pm പ്ലസ് ആർ is any of the remaining vectors in the set P1 P2 etc. Pn. Thus the vectors Pm plus 1 Pm plus 2 etc. Pn can be expressed as the linear combination of P1 P2 etc. Pm. Okay, അതായത് P1 P2 etc. Pm EMനെ സ്പാൻ ചെയ്യും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് EMനെ സ്പാൻ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള Pm plus 1 Pm plus 2 എക്സെട്ര Pn എന്നൊക്കെ ഈ വെക്റ്റേഴ്സൊക്കെ EMലെ വെക്റ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്താൽ അതിനൊക്കെ നമുക്ക് ഈ P1 P2 എക്സെട്ര Pmൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ Pm plus 1നും Pm plus 2നും അങ്ങനെ Pnനൊക്കെ P1ൻ്റെയും P2ൻ്റെയും Pmൻ്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ Pm plus 1ഉം Pm plus 2ഉം എക്സെട്ര Pnനൊക്കെ ഈ P1 P2 എക്സെട്ര Pmലുള്ള ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് പിന്നെ ടേംസിനെയൊക്കെ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യുക, P1 വരുന്ന ടേംസിനെയൊക്കെ ഒരുമിച്ച് എഴുതുക, P2 വരുന്ന ടേംസിനെയൊക്കെ ഒരുമിച്ച് എഴുതുക, Pm വരുന്ന ടേംസിനെയൊക്കെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ എന്നിട്ട് P1നും P2നെയൊക്കെ കോമൺ എടുക്കുക കറസ്പോണ്ടിങ് ടേംസിൽ നിന്ന്. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ നമ്പർ 1നെ y1 P1 പ്ലസ് y2 P2 പ്ലസ് എക്സെട്ര ym Pm ഈക്വൽ ടു B എന്നുള്ള രൂപത്തിൽ ഇക്വേഷൻ നമ്പർ 1നെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അത് കാണിച്ചതാണ് താഴെ. വേർ yj ഈക്വൽ ടു xj പ്ലസ്
ആൽഫ എം പ്ലസ് വൺ ജെ എക്സ് എം പ്ലസ് വൺ ആൽഫ പ്ലസ് എക്സെട്ര ആൽഫ എൻ ജെ എക്സ് എം ജെ റൺസ് ഫ്രോം 1 to എക്സെട്ര എം. ഓക്കെ, ഈ ഇക്വേഷൻ 2-ന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സപ്പോസ് ദാറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും കാരണം P1 P2 എക്സെട്ര പി എമ്മുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആ ഇക്വേഷൻ 2-നെ എനിക്കൊരു എങ്ങനെ എഴുതാം, ഒരു ഇങ്ങനെ എഴുതാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ എ ഡാഷ് ഇൻറ്റു വൈ ഈക്വൽ ടു ബി എന്നുള്ള രൂപത്തിൽ എഴുതാം. എ ഡാഷ് എന്നുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോളംസ് ഫസ്റ്റ് കോളം P1, സെക്കൻഡ് കോളം P2, അങ്ങനെ mth കോളം PM. അതൊരു m/m മെട്രിക്സ് ആയിരിക്കും. പിന്നെ y എന്നുള്ളത് കോളം വെക്ടർ y1 y2 എക്സെട്ര ym. b എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 1-ലെ b തന്നെ. ഓക്കെ, കോളം വെക്ടർ b1 b2 എക്സെട്ര bm. ഇപ്പോൾ എ ഡാഷ് എന്നുള്ള മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, ഇൻവേർട്ടിബിൾ ആയിരിക്കും. കാരണം P1 എക്സെട്ര പി എമ്മുകൾ P1 P2 എക്സെട്ര പി എമ്മുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എ ഡാഷ് എന്നുള്ള മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ y വിൽ ബി ഈക്വൽ ഇൻവേർട്ടിബിൾ ആവും. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ y-നെ എനിക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള രൂപത്തിൽ എഴുതാം. അതായത് ഇക്വേഷൻ 2-ന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആ സൊല്യൂഷനാണ് Z1 Z2 എക്സെട്ര ZM ട്രാൻസ്പോസ് എന്ന് എഴുതുക. അതായത് y1 ഈക്വൽ ടു Z1, y2 ഈക്വൽ ടു Z2 എക്സെട്ര ym ഈക്വൽ ടു ZM. ഓക്കെ, സപ്പോസ് ദാറ്റ് ദി m വെക്ടേഴ്സ് എന്നാണ്, m വെക്ടേഴ്സ് എന്നല്ല, m വെക്ടർ. ഓക്കെ, m വെക്ടർ Z1 Z2 എക്സെട്ര ZM ട്രാൻസ്പോസ് ഈസ് എ സൊല്യൂഷൻ. ഈസ് ദി സൊല്യൂഷൻ യൂണീക്ക് ആയിരിക്കും, ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് സൊല്യൂഷൻ യൂണീക്ക് ആയിരിക്കും. ഈസ് ദി സൊല്യൂഷൻ ഓഫ് 2, ദെൻ ദി n വെക്ടർ Z1 Z2 എക്സെട്ര ZM 0 0 ട്രാൻസ്പോസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് Ax ഈക്വൽ ടു ബി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ 2-നെ സോൾവ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ 1-നെ സോൾവ് ചെയ്യാം. ഇങ്ങനെ സോൾവ് ചെയ്യുക, ഇക്വേഷൻ 2-ൻ്റെ സൊല്യൂഷനിൽ ബാക്കിയുള്ള വേരിയബിൾസിനെയൊക്കെ. ഓക്കെ, x1-നെ സീറ്റ, x2 Z1, x2-നെ Z2 എക്സെട്ര xm-നെ ZM ആയിട്ട് ചൂസ് ചെയ്യുക. ബാക്കിയുള്ള xm+1 xm+2 എക്സെട്ര xn-കളൊക്കെ 0 ആയിട്ടും ചൂസ് ചെയ്താൽ ആ സൊല്യൂഷൻ ആ വാല്യൂസ് അത് ഇക്വേഷൻ 1-ൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, എന്താണ് എഴുതിയത്, Z1 Z2 ZM, 0 0 0 ട്രാൻസ്പോസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് Ax ഈക്വൽ ടു ബി. ദിസ് ഈസ് എ ബേസിക് സൊല്യൂഷൻ ഓഫ് Ax ഈക്വൽ ടു ബി. അത് ഒരു Ax ഈക്വൽ ടു ബീൻ്റെ ഒരു ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. കാരണം അതിൽ n-m വേരിയബിൾസിന് 0 വാല്യൂ ഉണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് n-m വേരിയബിൾസിന് 0 വാല്യൂസ് ഉണ്ട്. xm+1 xm+2 എക്സെട്ര xn-കളുടെ വാല്യൂ 0 ആണ് ആ സൊല്യൂഷൻ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ചെയ്തത് Ax ഈക്വൽ ടു ബി എന്നുള്ള ഒരു സിസ്റ്റം മെട്രിക്സ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അതിൽ n വേരിയബിൾസും m ഇക്വേഷൻസും ആണുള്ളത്. m ഇക്വേഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ m<n ആണ്. അങ്ങനെയാണെങ്കിൽ ആ Ax ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ ഒരു ബേസിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഓക്കെ, ഇനി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ്റെ ഡെഫിനിഷനാണ്. ഓക്കെ, എ ബേസിക് സൊല്യൂഷൻ ഓഫ് Ax ഈക്വൽ ടു ബി x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈസ് കോൾഡ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ഒരു ബേസിക് സൊല്യൂഷൻ Ax ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ്റെ മെട്രിക്സ് ഇക്വേഷൻ്റെ ഒരു ബേസിക് സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ് എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷൻ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ സൊല്യൂഷനിലുള്ള എല്ലാ വേരിയബിൾസിൻ്റെയും വാല്യൂസ്, എല്ലാ അൺനോൺസിൻ്റെയും വാല്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഓക്കെ, ആണെങ്കിൽ ബേസിക് സൊല്യൂഷൻ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. അതായത് ആ സൊല്യൂഷൻ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ.
എ പോയിൻ്റ് എക്സ്, ഇനി ഒരു ഡെഫിനിഷനാണ് ഒരു കോൺവെക്സ് സെറ്റിൻ്റെ എക്സ്ട്രീം പോയിൻ്റ് അല്ലെങ്കിൽ വെർട്ടെക്സിനെ ഡിഫൈൻ ചെയ്യാം. എ പോയിൻ്റ് എക്സ് ഓഫ് എ കോൺവെക്സ് സെറ്റ് കെ ഈസ് ആൻ എക്സ്ട്രീം പോയിൻ്റ് ഓഫ് ഓർ വെർട്ടെക്സ് ഓഫ് കെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് two points x1 and x2 in K such that x equal to 1 minus lambda x1 plus lambda x2 for all lambda belongs to 0, open interval 0, 1. ഒരു കോൺവെക്സ് സെറ്റ് കെ ഉണ്ട്, അതിലെ ഒരു പോയിൻ്റ് എക്സ് ആ കെൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആണെന്ന് പറയും. എപ്പോൾ ആ പോയിൻറ്റിനെ നമ്മൾക്ക് എക്സ് എന്നുള്ള പോയിൻ്റ് അതിൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആണെങ്കിൽ ആ എക്സ് എന്നുള്ള പോയിൻ്റ് അല്ലാതെ കെയിൽ നമ്മൾക്ക് രണ്ട് പോയിൻറ്റ്സിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, x1 x2 ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം എക്സ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല? ഈ x1ൻ്റെയും x2ൻ്റെയും ഒരു കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് ഈ എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല x1നെയും x2നെയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിനെ നമ്മളൊരു വെർട്ടെക്സ് ആണെന്ന് പറയും. ഓക്കെ, അതായത് കെ എന്നുള്ളൊരു കോൺവെക്സ് സെറ്റ് ഉണ്ട്, അതിലൊരു പോയിൻ്റാണ് എക്സ് എന്നുള്ള പോയിൻറ്റിന് നമ്മൾ എക്സ്ട്രീം പോയിൻ്റ് അല്ലെങ്കിൽ വെർട്ടെക്സ് ഓഫ് കെ എന്ന് പറയും. ആ കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടെക്സ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് കെയിൽ രണ്ട് പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യില്ല, രണ്ട് വെക്റ്റേഴ്സ് x1ഉം x2ഉം എക്സിസ്റ്റ് ചെയ്യില്ല. എങ്ങനെ? എക്സിനെ ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാവുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒന്ന് വായിക്കുക. ദി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ആൻ എൽ പി പ്രോബ്ലം ഓഫ് ആൻ എൽ പി പ്രോബ്ലം ഈസ് എ വെർട്ടെക്സ് ഓഫ് the convex set of the feasible solution of the feasible solution. ഓക്കെ, അതായത് ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ എൽ പി പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബേസിക് സൊല്യൂഷൻ, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ബേസിക് സൊല്യൂഷനെ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഈ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈ എൽ പി പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ ഒരു വെർട്ടെക്സ് ആക്കുമെന്നാണ് തിയറം പറയുന്നത്. ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ SF കോൺവെക്സ് സെറ്റാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കോൺവെക്സ് സെറ്റിൻ്റെ SFൻ്റെ ഒരു വെർട്ടെക്സ് ആണ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ എഴുതിയാണ് താഴെ. ഓർ ഇക്വലൻ്റ്ലി ഇഫ് set of vectors p1 p2 etc pm pi's are m linearly independent columns of column vectors of A can be found that are linearly independent such that zeta 1 plus zeta 1 p1 plus zeta 2 p2 etc zeta m pm equal to b, zeta I is greater than or equal to 0 for all j runs from 1 to m. Then x zeta equal to zeta 1 zeta 2 etc zeta m 0 0 0 dash, which is a basic feasible solution. Basic feasible solution is an extreme point of SF. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത AX ഈക്വൽ ടു B എന്നുള്ള ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ നമ്പർ 2ൻ്റെ സൊല്യൂഷനാണ് എന്ത് സൊല്യൂഷനാണ് സീറ്റ 1 സീറ്റ 2 എക്സെട്ര സീറ്റ എം എന്നുള്ള വെക്ടർ. അതായത് സീറ്റ 1 P1 പ്ലസ് സീറ്റ 2 P2 പ്ലസ് എക്സെട്ര സീറ്റ എം PM ഈക്വൽ ടു B എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മോർ ഓവർ സീറ്റ ജേസ് ഒക്കെ, അതായത് സീറ്റ 1 സീറ്റ 2 എക്സെട്ര സീറ്റ എമ്മുകൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എക്സീറ്റ എന്ന് ഞാൻ എഴുതിയ കഴിഞ്ഞ സെക്ഷനിൽ എക്സീറ്റ എന്നുള്ള എഴുതിയ ബേസിക് സൊല്യൂഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആവും. കാരണം അത് എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എക്സീറ്റ എന്നുള്ള ഈ വെക്ടർ
zeta 1 zeta 2 എക്സെട്ര zeta m 0 0 എക്സെട്ര 0 ട്രാൻസ്പോസ് എന്നുള്ള ആ സൊല്യൂഷൻ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. അത് നമ്മളുടെ എസ് എഫിൻ്റെ എക്സ്ട്രീം പോയിൻ്റ് ആണെന്നാണ് തിയറം പറയുന്നത്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ൻ്റെ നല്ല എക്സ്പ്ലനേഷനാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു എൽ പി പ്രോബ്ലം കൺസിഡർ ചെയ്യുക. ആ എൽ പി പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസ് എ എക്സ് ഈക്വൽ ടു ബി, പിന്നെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ഈ എൽ പി പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ എസ് എഫ് കൺസിഡർ ചെയ്യുക. എസ് എഫ് ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. ഓക്കെ, എക്സ് എഫ് ഒരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എക്സീറ്റ, ഞാൻ തിയറത്തിൽ അസ്യൂം ചെയ്യുന്ന എക്സീറ്റ എന്നുള്ള സൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. എക്സീറ്റ എന്നുള്ള ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട് എൽ പി പ്രോബ്ലത്തിൻ്റെ. എക്സീറ്റ എസ് എഫിലുണ്ടാവും. കാരണം എക്സീറ്റ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. മോർ ഓവർ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് എക്സീറ്റ നമ്മളുടെ ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷനിൽ ഉണ്ടാവും, അതായത് എസ് എഫിലുണ്ടാവും. ഓക്കെ, ഇനി എനിക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എക്സീറ്റ എസ് എഫിലുണ്ട്. ഇനി എക്സീറ്റ ഈ എസ് എഫിൻ്റെ വെർട്ടെക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വെർട്ടെക്സ് ആവണമെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടി വരിക? എക്സീറ്റനെ എസ് എഫിലുള്ള എക്സീറ്റ അല്ലാത്ത രണ്ട് പോയിൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റരുത് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെ രണ്ട് വെക്റ്റേഴ്സ് എസ് എഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോൺട്രാഡിക്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, അതായത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എക്സീറ്റ വെർട്ടെക്സ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമ്മൾ എസ് എഫിൽ രണ്ട് പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എസ് എഫിനെ കുറിച്ചിട്ട് നമ്മൾക്ക് കൂടുതലൊന്നും അറിയില്ല. എസ് എഫ് എന്നുള്ള സെറ്റ് എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻസ് മെട്രിക്സ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. മോർ ഓവർ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങളെ അറിയുള്ളൂ. പിന്നെ കോൺവെക്സ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ഇൻഫോർമേഷൻ കുറവാണ്. അപ്പോൾ അതിലെ എലമെൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും നമ്മൾക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺട്രഡിക്ഷൻ ഉപയോഗിക്കുക. അതായത് എക്സീറ്റ വെർട്ടെക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സീറ്റ വെർട്ടെക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നത് എക്സീറ്റ വെർട്ടെക്സ് അല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇഫ് പോസിബിൾ സപ്പോസ് ദാറ്റ് എക്സീറ്റ ഈസ് നോട്ട് എ വെർട്ടെക്സ് പോയിൻറ്റ് ഓഫ് എസ് എഫ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ അറിയാം. വെർട്ടെക്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വെർട്ടെക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ് എന്നുള്ള പോയിന്റ് കെ എന്നുള്ള ഒരു കോൺവെക്സ് സെറ്റിൻ്റെ വെർട്ടെക്സ് ആവുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് x1 x2 ഡിഫറെൻറ്റ് ഫ്രം എക്സ് കെയിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഈ x1ൻ്റെയും x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നത് എക്സീറ്റ എസ് എഫിൻ്റെ വെർട്ടെക്സ് അല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? രണ്ട് വെക്റ്റേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം എക്സീറ്റ എസ് എഫിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ നമ്മൾ ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സീറ്റനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഞാൻ അസ്യൂം ചെയ്യുന്നത് എക്സീറ്റ വെർട്ടെക്സ് അല്ല എന്നാണ് അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പോൾ then there exist x1 x2 belongs to SF such that x zeta equal to 1 minus lambda x1 plus lambda x2 for some lambda belongs to open interval 0 1. ഓപ്പൺ ഇൻ്റർവെൽ ആക്കാൻ കാരണം എക്സ് സീറ്റ അല്ലാത്ത രണ്ട് പോയിൻറ്റ്സിനെ നമുക്ക് കിട്ടണം, x1ഉം x2. ഓക്കെ, കിട്ടും. വെർട്ടെക്സ് അല്ലെങ്കിൽ എക്സ് സീറ്റ അല്ലാത്ത രണ്ട് വെർട്ടെക്സ് പോയിൻറ്റ്സിനെ നമുക്ക് എസ് എഫ് എന്ന് ചൂസ് ചെയ്യാം.
ഓക്കെ. ലാംഡ ഈക്വൽ ടു 0 ആകുമ്പോൾ ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? ലാംഡ ഈക്വൽ ടു 0 ആണെങ്കിൽ ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ x1 ഈക്വൽ ആയിരിക്കും. ലാംഡ ഈക്വൽ ടു 1 ആണെങ്കിൽ ആ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ x2 ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ പക്ഷേ നമ്മൾക്ക് പറയുന്നത് എക്സീറ്റ വെർട്ടെക്സ് അല്ലാത്തതുകൊണ്ട് എക്സീറ്റ അല്ലാത്ത 2 പോയിൻറ്റ്സിന് നമ്മൾക്ക് SF ചൂസ് ചെയ്യാം. ഓക്കെ. ആ 2 പോയിൻറ്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സീറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ. എക്സീറ്റ എന്താണെന്ന് നമ്മൾക്കറിയാം. z1 z2 എക്സെട്ര zm 0 0 0 എന്നുള്ള വെക്ടർ. അത് എന്തിന് ഈക്വലാണെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്? 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 ഈക്വലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ x1നെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ കോളം വെക്ടർ x11 x12 എക്സെട്ര x19, അതായത് x1 എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് x11 x12 എക്സെട്ര x19 ആണ് എന്ന് കരുതുക. x2ൻ്റെ കമ്പോണൻസ് x21 x22 എക്സെട്ര x2n ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ z1 z2 zm 0 0 0 എന്നുള്ള വെക്ടർ എന്തിന് ഈക്വൽ ആയിരിക്കും? 1 മൈനസ് ലാംഡ x11 പ്ലസ് x12 എക്സെട്ര x19 പ്ലസ് ലാംഡ x21 x22 എക്സെട്ര x2n എന്നുള്ള ആ വെക്ടറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതായത് ഈ 2 വെക്ടേഴ്സിൻ്റെയും കമ്പോണൻസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ. എക്സീറ്റൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് z1 എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്തിന് ഈക്വലാണ്? അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റ് എന്തായിട്ട് വരിക? 1 മൈനസ് ലാംഡ x11 പ്ലസ് ലാംഡ x21 കിട്ടും. അതേപോലെ തന്നെ z2 എക്സീറ്റൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റ് ഈ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇൻ ജനറൽ z അതായത് jth കമ്പോണൻറ്റ്. ഓക്കെ. ഫസ്റ്റ് jth കമ്പോണൻറ്റ്, ആദ്യത്തെ m കമ്പോണൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ jth കമ്പോണൻറ്റ് z എക്സീറ്റൻ്റെ കമ്പോണൻറ്റ് z എന്തിന് ഈക്വൽ ആയിരിക്കും? 1 മൈനസ് ലാംഡ x1j പ്ലസ് ലാംഡ x2jക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ mth കമ്പോണൻറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും 0 ആണ് എക്സീറ്റക്ക്. അപ്പോൾ 0 ഈക്വൽ ടു 1 മൈനസ് ലാംഡ x1j പ്ലസ് ലാംഡ x2j. ഓക്കെ. ഫോർ j റൺസ് ഫ്രോം m+1 ടു n. ഓക്കെ. ഇപ്പോൾ നമ്മൾ കയ്യിൽ ഇക്വേഷൻസ് ഉണ്ട്. ഇനി കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. സിൻസ് x1 ആൻഡ് x2 ബിലോങ്സ് ടു SF, x1 ഈക്വൽ ടു b ആൻഡ് x2 ഈക്വൽ ടു b ആൻഡ് x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് x1ന് x2ന് നമ്മൾ ചൂസ് ചെയ്തത് SF എന്നാണ്. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ, ഫീസിബിൾ സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ x1ഉം x2ഉം ax ഈക്വൽ ടു b എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ax1 ഈക്വൽ ടു b ആവും, ax2 ഈക്വൽ ടു b ആവും. മോറോവർ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. x1ഉം x2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് x1ൻ്റെയും x2ൻ്റെയും കമ്പോണൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ അതായത് x1jസും x2jസും ഓക്കെ, x1ൻ്റെയും x2ൻ്റെയും കമ്പോണൻസ് x1jസും x2jസും ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ j റൺസ് ഫ്രോം 1 to m ആൻഡ് m+1 to n. ഓക്കെ. മോർ ഓവർ ലാംഡനെ ഞാൻ 0 1 എന്നുള്ള ഓപ്പൺ ഇൻ്റർവെല്ലിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ലാംഡ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, 1 മൈനസ് ലാംഡയും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. 1 മൈനസ് ലാംഡ പോസിറ്റീവാണ്, ലാംഡ പോസിറ്റീവാണ്. x1jയും x2jയും നോൺ നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ 3 നോക്കുക. ഇക്വേഷൻ 3ൻ്റെ റൈറ്റ് സൈഡ് 1 മൈനസ് ലാംഡ പോസിറ്റീവാണ്, ലാംഡ പോസിറ്റീവാണ്. x1jയും x2jയും നോൺ നെഗറ്റീവാണ്. ഓക്കെ. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്? 0ക്ക് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ x1jൻ്റെയും x2jൻ്റെയും വാല്യൂ എന്താവണം? 0 ആവണം. 0 ആയിട്ടില്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒരു പോസിറ്റീവ് നമ്പർ വരും, അത് 0ക്ക് ഈക്വൽ ആണെന്ന് വരും. അത് കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഇക്വേഷൻ 3 ആയിട്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻസ് കമ്പൈൻ ചെയ്താൽ നമ്മൾക്ക് എന്ത് പറയാം? x1jയും x2jയും 0 ആണ് ഫോർ ഓൾ j റൺസ് ഫ്രോം m+1 to n. അതായത് x1ൻ്റെയും x2ൻ്റെയൊക്കെ കമ്പോണൻസ് m+1th കമ്പോണൻറ്റും m+2th കമ്പോണൻറ്റും എക്സെട്ര nth കമ്പോണൻറ്റും, അതായത് mth കമ്പോണൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന കമ്പോണൻസ് ഒക്കെ 0 ആണ്. ഓക്കെ. അതാണ് കൺക്ലൂഷൻ. അപ്പോൾ നമുക്ക് x1ന് x2ന് കുറച്ചുകൂടെ നല്ല
X1 X2 കുറിച്ച് കുറച്ചുകൂടെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. X1 എന്തിന് ഈക്വലാണ്? X11 X12 എക്സെട്ര X1M 000 എന്നുള്ള വെക്ടറാണ്. X21 X22 എക്സെട്ര X2M 000 എന്നുള്ള വെക്ടറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് പറയാം, X1 AX = B എന്നുള്ള ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതായത് കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ എഴുതിയ ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ് X1. അതേപോലെ തന്നെ X2 ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, കുറച്ചുകൂടെ നല്ല വെക്ടറാണ് എക്സ്. നല്ല വെക്ടർ മീൻസ് നമ്മൾ കുറച്ചുകൂടെ ഇൻഫോർമേഷൻ നമ്മളുടെ കയ്യിലുണ്ട് X1നെയും X2നെയും കുറിച്ച്. mth കമ്പോണൻറ്റ് കഴിഞ്ഞാലൊക്കെ X1ൻ്റെ X2ൻ്റെ ഒക്കെ കമ്പോണൻസിൽ 0 ആണ്. mth കമ്പോണൻറ്റ്, m+1th കമ്പോണൻറ്റ്, m+2th കമ്പോണൻറ്റ് എക്സെട്ര nth കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ആ ഇക്വേഷൻ നമ്പർ 1ൽ ആദ്യത്തെ PM വരെ ഉള്ള എക്സ്പ്രഷനേ ഉണ്ടാവുള്ളൂ ലെഫ്റ്റ് സൈഡിൽ. കാരണം ബാക്കി PM+1 PM+2 എക്സെട്ര PMകളുടെയൊക്കെ കമ്പോണൻസ് 0 ആയിട്ട് പോകും. സ്കേലാർ കോയിഫിഷ്യൻസ്, ഓക്കെ, സ്കേലാർ കമ്പോണൻറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും നോട്ടെ, നമ്മളിവിടെ പറഞ്ഞത് യെസ്. അപ്പോൾ നമുക്ക് X11 P1 + X12 P2 + എക്സെട്ര X1M PM = B എന്ന് കിട്ടും. അതേപോലെ തന്നെ X21 P1 + X22 P2 + എക്സെട്ര X2M PM = B എന്ന് കിട്ടും. പിന്നെ എക്സീറ്റ ഇക്വേഷൻ നമ്പർ 2 സാറ്റിസ്ഫൈ. ഓക്കെ, എക്സീറ്റനെ ഞാൻ അങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, എക്സീറ്റയും അല്ലെങ്കിൽ എക്സീറ്റയും ഇക്വേഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ എക്സീറ്റൻ്റെയും mth കമ്പോണൻറ്റ് കഴിഞ്ഞാൽ വരുന്ന കമ്പോണൻസൊക്കെ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എക്സീറ്റ ഇക്വേഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള കാര്യം കൂടെ അതിൻ്റെ കൂടെ കൊടുത്താൽ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും, zeta1 P1 + zeta2 P2 എക്സെട്ര zeta m PM = B എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി N-5 ചെയ്ത് നോക്കുക. P1 P2 എക്സെട്ര PMകൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളം വെക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ N-5 ചെയ്ത് നോക്കുക. N-5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, zeta1 മൈനസ് X11 P1 + zeta X12 P2 എക്സെട്ര zeta m മൈനസ് X1M PM = 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മൾക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1 P2 എക്സെട്ര PM എന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളം വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 ആണ്. P1 P2 എക്സെട്ര PM എന്നുള്ള വെക്ടേഴ്സൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ ഇക്വേഷനിൽ അതിൻ്റെ സ്കേലാർ കമ്പോണൻസ് 0 ആയിക്കോണം. അതായത് zeta j - xij = 0 ആയിക്കോണം. ഓക്കെ, കാരണം PIs ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് zeta1 = X11 ആണ്, zeta2 = X12 ആണ്, zeta m = X1M ആണ്. കാരണം zeta j - xij = 0 ആണ് ഫോർ ഓൾ j runs from 1 to m. അതായത് zeta j = X1j for all j runs from 1 to m. ഓക്കെ, അതായത് X1ൻ്റെയും എക്സീറ്റേൻ്റെയും ഫസ്റ്റ് m കമ്പോണൻസ് ഈക്വലാണ്, പിന്നെ വരുന്ന കമ്പോണൻസ് ഈക്വലാണ്. കാരണം പിന്നെ വരുന്ന കമ്പോണൻസൊക്കെ രണ്ട് വെക്ടേഴ്സിൻ്റെയും 0 ആണ്. അതായത് X1 എക്സീറ്റൊക്കെ ഈക്വലാണ്. അത് കോൺട്രഡിക്ഷനാണ്. കാരണം ഞാൻ X1നെയും X2നെയും ചൂസ് ചെയ്യുന്നത് എക്സീറ്റ് അല്ലാത്ത വെക്ടേഴ്സായിട്ടാണ്. ഓക്കെ, എക്സീറ്റ് അല്ലാത്ത വെക്ടേഴ്സായിട്ടാണ് X1നെയും X2നെയും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ വിച്ച് മീൻസ് എക്സീറ്റ ഈസ് എ വെർട്ടെക്സ് ഓഫ് SF. ഓക്കെ, നമ്മളുടെ അസംഷൻ ഫാൾസ് ആണ്. നമ്മൾ അസ്യൂം ചെയ്തത് എക്സീറ്റ നോട്ട് എ വെർട്ടെക്സ് പോയിൻ്റ് ഓഫ് SF എന്നാണ്.
അത് കൊടുക്കുമ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സീറ്റ ഈസ് എ വെർട്ടെക്സ് ഓഫ് എസ് എഫ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, കോൺട്രഡിക്ഷൻ ബൈ കോൺട്രഡിക്ഷൻ. ഓക്കെ, ഇതാണ് പ്രൂഫ്. ഇതിൻ്റെ ഈ തിയറത്തിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.